ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ പ്ലാന്റ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നും ഞാനൊരു പ്ലാന്റ്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് എൻ്റെ വീട്ടിലെ അല്ല, എൻ്റെ വീടിൻ്റെ അടുക്ക ഒരു വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ നല്ല രീതിക്ക് ബുഷിയായിട്ട് പ്ലാന്റ്സുകൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു തൂക്ക് പ്ലാന്റ്സൊക്കെ അവർ നല്ല രീതിക്ക് നല്ല ബുഷിയായിട്ടാണ് അത് വളർന്ന് നിൽക്കുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നത്. നല്ല രീതിക്ക് തന്നെ നല്ല ഗ്രോത്തോടു കൂടി തന്നെ അത് അവിടെ ഓരോ ചെടികളും വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം അവരുടെ ടിപ്പുകൾ മറ്റുള്ളവർക്കും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് വെറൈറ്റി നല്ല തൂക്ക് പ്ലാന്റ്സൊക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു പ്ലാന്റ്സ് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചോദിച്ചില്ല. കാരണം എന്തായാലും ഇനി പോകുമ്പോൾ ചോദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് കൂടുതൽ മണി പ്ലാന്റ്, കൂടുതലും നമ്മുടെ അകത്ത് വയ്ക്കുന്ന നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളാണെന്ന് തോന്നുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ അങ്ങനെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ ഇത്തരം പ്ലാന്റ്സുകളാണ് അവിടെ നട്ട് വളർത്താറുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് തണലത്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഉള്ളത് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഇത് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്കും വീട്ടിൽ ഇതുപോലെ ഈ ഒരു പ്ലാന്റ്സ് വളർത്തണമെന്ന് തോന്നിയത്. അപ്പോൾ നേരെ ഞാൻ വീട്ടിൽ വന്ന് ഒരു ചട്ടി എടുത്തിട്ട് ഇതേപോലെ പ്ലാന്റ്സ് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. അതിത്തിരി ബുഷിയായിട്ട് വേണം എനിക്കിതുപോലെ ഒരു കസേരയിൽ എടുത്ത് വെക്കാനായിട്ട്. നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന കണക്കൊന്നും അല്ല, ഇതിനേക്കാളും നല്ല കളറൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോയിൽ അത്ര കിട്ടിയിട്ടില്ല. അതുപോലെ മണി പ്ലാന്റ് അവരുടെ മതിലിൽ വളർത്തിയൊക്കെയാണ് കേട്ടോ. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും. കാരണം വെയിലില്ലെങ്കിലും നമുക്ക് ഇത്രയും മനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ അഗ്ലോണിമ. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ. അപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്തൊരു വലിയ പ്ലാവല്ല, മാവാണ് തോന്നുന്നു. മാവ് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വെയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് അവർ കൂടുതലും വളർത്തിയിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു, അതും നല്ല രസമുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ ഭയങ്കര നല്ല രീതിക്ക് തന്നെ ബുഷിയായിട്ട് വളർന്നു വരികയാണ് കേട്ടോ. ഒരു ചട്ടിയിൽ തന്നെ ഒരു 10-30 മൂട് തൈ വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് അവരെല്ലാം വലിയ ബോട്ടിലാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാം വളർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ നല്ല വലിയ ഇതുപോലെയുള്ള ചട്ടികളിൽ വളർത്തുന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും മനോഹരമായിട്ട് നല്ല ബുഷിയായിട്ടും പ്ലാന്റ്സുകൾ വളർന്നു വരുന്നത്. ഇത്രയും ബുഷിയായിട്ട് ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സ് നട്ടേക്കുന്നതും അതുപോലെ തന്നെയാണ് വളർന്നു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ ഈ 2 അഗ്ലോണിമ പ്ലാന്റ്സുകളും ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇവർ വേറെ ടിപ്പൊന്നുമില്ല, ഇവർ ഏറ്റവും കൂടുതലും വലിയ ചട്ടികളിലാണ് എല്ലാം നട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അവർ കുഞ്ഞു കുഞ്ഞു വളങ്ങളും ഒക്കെ പ്രയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രയായാലും ചെടിയുള്ള വീട്ടുകളിൽ പോകുമ്പോൾ ഞാൻ എന്നും വീഡിയോ പിടിച്ച് വെക്കാറുണ്ട് കേട്ടോ. കാരണം ചെടികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.